നേരം എടുക്കാം. ഒരു മാറ്റവും ചെയ്തു. ഒന്ന് പൊളിച്ചൊന്ന് മര്യാദയിൽ പണിയണം. എന്നാലേ പെട്ടെന്ന് ഒരു കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്ത് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിട്ടേക്ക് പരിപാടിയൊന്നുമില്ല. നമ്മളിന്ന് ചുമ്മാ ഇരുന്നൊന്ന് തീർക്കാൻ വരും. ടി വി ഒക്കെ കണ്ട് ഇന്ന് ചുമ്മാ ഇരിക്കാൻ വരും. ഇവിടെ വന്ന് ഒന്നും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇതാ സിംഗാൻ കാണാൻ ആട്ടോ ഒരു രസമില്ല. അവനില്ലാത്തോണ്ട് ഒരു രസം. JDS, man. What's happening? It's Franklin. Get your ass out of bed, man. അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ ജോണി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനൊരു ബൈക്ക് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു RC390 എടുക്കാമെന്നൊരാഗ്രഹം അവന്. അപ്പൊ നമ്മള് സിനിയാണ് വിളിച്ചിട്ടൊന്ന് ചോദിച്ചു നോക്കി. അവിടെ ഷോറൂമിലൊന്ന് പോവാ. അവസാനത്തെ ഒരു പീസ് കൂടെ ഉണ്ട്. പെട്ടെന്ന് വന്ന വണ്ടി കിട്ടിയ നമ്പറാണ്. അപ്പൊ നമ്മൾ എന്തായാലും പോയി നോക്കാന്ന് കരുതി. പാമ്പനായ അരമണിക്കൂർ എടുക്കും. അവിടെ എന്തോ ആൾക്കൂട്ടം കാണുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കൊക്കെ ഒന്ന് അവിടെ പോയി നോക്കാം. അവിടെ എന്താ നടക്കണേന്ന്. നമ്മളിവിടെ നടന്നിട്ട് അവിടെ നടക്കാൻ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. നമ്മളിവിടുത്തെ മെയിൻ അവിടെ കാണിച്ചു കൊടുക്കണമല്ലോ. ഇവിടൊക്കെ നമ്മള് താമസിക്കാൻ ഇങ്ങോട്ട് വന്ന് താമസിക്കാവുന്നവരാണ്. മെയിനാവാം. എന്തായാലും ഇവിടുന്ന് പോയേക്കാം. ഏത് വട്ടെണ്ണം മടിയായിരിക്കും. നമുക്ക് പോയി റെഡിയാവാം. അപ്പോഴേക്കും ജോണി വന്ന് നമ്മളെ കൊണ്ട് ആ ബൈക്കൊന്ന് കാണാൻ പോകും. പനി അവൻ വരാൻ വെയിറ്റ് ചെയ്യാം. നമുക്ക് കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിരിക്കാം. അപ്പോഴേക്കും അവൻ വിളിച്ചു. വൈകി പെട്ടെന്ന് പോയാലേ വണ്ടി കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ലാസ്റ്റ് ദിവസം വന്ന് ഇറങ്ങിയപ്പോ തന്നെ സ്റ്റോക്കൊക്കെ പോയി കുറെ മലയാളികളൊന്നും എടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു തോന്നലേക്ക് ഉണ്ടാവും. വന്നൂന്നാണ് തോന്നുന്നത്. എന്നാ അവിടെ പോയി നോക്കാം. എങ്ങനെ വന്നാൽ മതിയായിരുന്നു. അരമണിക്കൂറിന് ഞാൻ 2 മണിക്കൂറായി. വണ്ടിയൊന്നും വേണ്ട. ദൂരം സൈഡൊക്കെ മാറണം. ഇപ്പഴാണെങ്കിൽ വന്നേ. ഇത്ര നേരം ഉണ്ടായിട്ട് എന്നാ വാ പെട്ടെന്ന് പോയി നോക്കാം. കേറ് കേറ്. പെട്ടെന്ന് പോയാലേ കിട്ടുള്ളൂ. എനിക്ക് കിട്ടുമെന്ന് തോന്നണമെന്നില്ല. ലാസ്റ്റ് വീസ ഉണ്ടാകുന്നുള്ളൂ എന്ന് പറഞ്ഞു. 2 മണിക്കൂർ കൊണ്ട് ആളൊന്നും മേടിക്കില്ല. പോയി നോക്കാം. അപ്പഴേ നമ്മളെ വണ്ടി ഓടിച്ച് എത്തിയപ്പോഴേക്കും രാത്രിയായി. സിനിമ അവിടെ നിൽക്കണ്ടോ? ഷോറൂമിൽ വണ്ടി ഒന്നും കാണാനില്ല. വിട്ടുപോയിന്ന് തോന്നണം. നമുക്ക് സിനിമയോട് ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മളെ വണ്ടി എന്ത് ചെയ്യുന്നു? അപ്പൊ സിനിമയും പറഞ്ഞ എന്താന്ന് വെച്ചാൽ വണ്ടി വിറ്റുപോയി. പക്ഷേ അവർ ലാസ്റ്റ് കൊണ്ടുപോയവന് വണ്ടിയുടെ പവർ ഇഷ്ടപ്പെട്ടില്ല എന്നൊരു വിളിച്ചുണ്ടായി. അവന് റീഫണ്ട് വേണമെന്ന് പറഞ്ഞാ പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ആണ്. അതുകൊണ്ട് അതിന് വല്ല പാർസൽ മാറ്റിയിട്ടുണ്ടോന്ന് അറിയാൻ പറ്റില്ല. എത്ര നേരമായില്ലേ. പക്ഷെ ഇനി എന്തായാലും രാവിലെ വണ്ടിയും കൂടെ വീട്ടിയിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ശരിയും പോയിട്ട് രാവിലെ വണ്ടിയും കൂടെ വീട്ടിയിട്ട് വരട്ടെ. നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിയിട്ട് വൈകിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇനിയാണ് വിളിച്ചിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. അതുപോലെ നമുക്ക് തിരിച്ച് വീട്ടിയിട്ട് പോകാം. വണ്ടിയും കൊണ്ട് വരട്ടെ രാവിലെ. ഇപ്പൊ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. ഇതിനിവിടെ പോയില്ലാട്ടോ. വണ്ടി വിട്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാണ് ഇവിടെ നിൽക്കണം. എന്താവും ഉണ്ട്. എന്തായാലും സിനിമ വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഞാൻ സിനിമ വരികയും അപ്പൊ ആരോ ഓണിങ്കൽ അടിച്ചത് തോന്നുന്നത്. സിനിമ വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് വാതിലോർന്ന് നോക്കാം. അത് വരണ്ടോ അങ്ങനെ വണ്ടി എടുക്കുന്ന താല്പര്യം. പിന്നെ അവൻ വണ്ടി എടുത്താൽ എപ്പോഴും നമ്മുടെ വരും വണ്ടി. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഹിന്ദി ബൈക്ക് ആണെന്ന് പറഞ്ഞു. ഓ
വണ്ടി കൊണ്ട് ജസ്റ്റ് ഇനിയും വന്നിട്ടുണ്ട്. അങ്ങനത്തെ സെക്കൻഡ് ഹാൻഡ് ആണെന്ന് തോന്നുന്നു. പുത്തം പോലെ തന്നെ ഇരിപ്പുണ്ട്. ലോഡൊരെണ്ണം നമുക്ക് മുടിക്കണം. പക്ഷെ കുറച്ച് ടൈറ്റ് ആണ്. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. വണ്ടി കൊണ്ടുപോയിട്ട് 2 ദിവസം ഓടിച്ചോളൂ എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടോന്നൊന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം. നമുക്കൊന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മുടെ RC-യുടെ കൃത്യ സൗണ്ട് ഒക്കെ ഉണ്ട്. ഓടിച്ചു നോക്കാം, എന്നിട്ട് പറയാം. അപ്പൊ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല സെറ്റ് വണ്ടിയാണ്. ഇല്ല പവർ ഇൻഷുറൊക്കെ ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. 2 ദിവസം ഓടിച്ചോളൂ എന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ സിനിമയോട് സിനിമ പറഞ്ഞ വലിയ വില വ്യത്യാസം ഉണ്ടാവില്ല. ബ്രാൻഡ് കണ്ടീഷൻ 2070 താഴെ ഓടിയിട്ടുള്ളൂ എന്നൊക്കെയാണ്. അപ്പൊ വണ്ടിയുടെ വില എന്തായാലും ഞാൻ പറയാനില്ല. അത്യാവശ്യം ഷോറൂം പ്രൈസ് തന്നെയാണ് സിനിമ ചോദിക്കുന്നത്. ഇത്ര നല്ല വണ്ടി കിട്ടാനും ഇല്ല. ലാസ്റ്റ് പീസാണ്. ലാസ്റ്റ് വണ്ടിയാണ്. കണ്ടിട്ട് പുത്തം പോലെ പുതുപുത്തൻ. എനിക്ക് ഒരെണ്ണം മേടിക്കാൻ തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പൊ തിരിയില്ല നമുക്ക്. എന്റെ വണ്ടിയാണ് ഓടിച്ചോണ്ട് കിടക്കാം. അപ്പൊ നീ വന്ന് എന്നോട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നീ വണ്ടി എടുത്തോ. നല്ല വണ്ടിയാ. അത്യാവശ്യം കിലോമീറ്റർ കുറവാണ്. പൈസയും ഇത്ര വരെ ഉള്ളു. എന്തായാലും നീ പുതിയ എടുത്തായിരുന്നല്ലേ. എന്തായാലും ഇത് എടുത്തോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിന്റെ പുറകെ അടുത്ത വീഡിയോകളും വരും.